നമ്മൾ ശ്രദ്ധിക്കാതെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഭക്ഷണം ചൂടാക്കി കഴിക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും അത് ഗുരുതരമായ ഫുഡ് പോയ്സണിങ്ങിന് കാരണമായേക്കാം. നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാണ് ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കുക, അത് വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളത്. എന്നാൽ പലതവണ ചൂടാക്കുന്ന ഒരു കറിയിൽ നിശബ്ദമായി വളരുന്ന ചില ബാക്ടീരിയകളുണ്ട്, അതിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയോ? ഫ്രിഡ്ജിലെ ഭക്ഷണം ചൂടാക്കുമ്പോൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഭക്ഷണം ചൂടാക്കി കഴിക്കുന്നതിൽ ഒരു ഡേഞ്ചർ സോൺ ഉണ്ട്. 5 ഡിഗ്രി സെൽഷ്യസിനും 60 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ഈ താപനില ബാക്ടീരിയകൾക്ക് അതിവേഗം വളരാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ ഭക്ഷണം ചൂടാക്കുമ്പോൾ ഭക്ഷണം ഈ ഒരു ഡേഞ്ചർ സോണിൽ എത്ര സമയം ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, ഭക്ഷണം വെറുതെ പുകയെന്ന് കണ്ടാലുടൻ അത് ചൂടായി എന്ന് കരുതരുത്. ഭക്ഷണത്തിന്റെ ഉൾഭാഗം കുറഞ്ഞത് 75 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ചൂടാവണം എന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകൾ പൂർണ്ണമായിട്ടും നശിക്കുള്ളൂ. മൈക്രോവേവ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഭക്ഷണം പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ഇളക്കി കൊടുത്ത് ചൂട് എല്ലാ ഭാഗത്തും എത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തത്, ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കുന്നത് ഒഴിവാക്കണം. ഓരോ തവണ ഭക്ഷണം തണുപ്പിക്കുമ്പോഴും പിന്നീട് ചൂടാക്കുമ്പോഴും അതിലെ പോഷകമൂല്യം നഷ്ടപ്പെടുക മാത്രമല്ല, ബാക്ടീരിയകളുടെ പെറ്റ് പെരുകുന്ന നിരക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെ വീണ്ടും വീണ്ടും ചൂടാക്കുന്നത് ആവർത്തിക്കുമ്പോൾ ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാവുകയാണ്. മൂന്നാമത്തത്, മത്സ്യവും മാംസവും വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. മാംസത്തിലൊക്കെയുള്ള പ്രോട്ടീന്റെ ഘടന ഉയർന്ന ചൂടിൽ രണ്ടാമത് മാറുമ്പോൾ അത് ദഹിക്കാൻ പ്രയാസകരമായിട്ടുള്ള ഘടകങ്ങളായിട്ടാണ് മാറുക. പ്രത്യേകിച്ചും ചിക്കനൊക്കെ പോലുള്ള പ്രോട്ടീൻ വിഘടിച്ച് അലർജിക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ വരെ ഉണ്ടാക്കാം. ഇതിനെ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ എന്നാണ് പറയുക. നാലാമത്തത്, ചീര, ബീറ്റ്രൂട്ട് തുടങ്ങിയ പച്ചക്കറികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്തരം പച്ചക്കറികളിൽ പ്രകൃതിദത്തമായിട്ടുള്ള നൈട്രേറ്റുകൾ വളരെയധികം ഉണ്ട്. ഈ നൈട്രേറ്റുകൾ വീണ്ടും ചൂടാകുമ്പോൾ ക്യാൻസറിന് കാരണമായേക്കാവുന്ന നൈട്രോസമൈനുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ശരീരത്തിന് ദോഷമായിട്ട് മാറും. അഞ്ചാമത്തത്, ഫ്രൈഡ് റൈസ് ചൂടാക്കുമ്പോൾ പ്രത്യേകിച്ചൊരു അപകടമുണ്ട്. അതത്ര നിസ്സാരമല്ല. ഫ്രൈഡ് റൈസിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ബാസിലസ് സീരിയസ് എന്നൊരു ബാക്ടീരിയ ഉണ്ട്. അതിന്റെ സ്പോറുകൾ ചൂടാക്കിയാലും നശിക്കണമെന്നില്ല. ഫ്രൈഡ് റൈസ് പാകം ചെയ്തതിനു ശേഷം പിന്നീട് മുറിയിലെ ടെമ്പറേച്ചറിൽ കൂടുതൽ നേരം വെക്കുമ്പോൾ ഈ സ്പോറുകളിൽ നിന്ന് വിഷാംശങ്ങളായിട്ടുള്ള ടോക്സിനുകൾ പുറത്തേക്ക് വരികയാണ്. ഇത് നല്ല രീതിയിലുള്ള ഛർദിക്കും വയറിളക്കത്തിനും കാരണമാവും. അതുകൊണ്ടാണ് ഫ്രൈഡ് റൈസിൽ നിന്നും ഫുഡ് പോയ്സണിങ് സാധാരണയായിട്ട് കാണുന്നത്. അതുകൊണ്ട് കുക്ക് ചെയ്ത ഫ്രൈഡ് റൈസ് പെട്ടെന്ന് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അത് ഒരു തവണയിൽ കൂടുതൽ ചൂടാക്കാതിരിക്കുക. ആറാമത്തത്, നമ്മൾ ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ എണ്ണ കൂടുതലുള്ള കറികൾ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണ ഉയർന്ന താപനിലയിൽ ചൂടാകുമ്പോൾ അത് ഓക്സിഡൈസ് ചെയ്യപ്പെടും. എന്നിട്ട് ശരീരത്തിന് കേടുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളായിട്ട് മാറുകയാണ്. ഇത് രക്തധമനിയിലെ നീർക്കെട്ടിന് കാരണമാവും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തത്, വേഗത്തിൽ തണുപ്പിക്കുക. കുക്ക് ചെയ്ത ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ചൂടോടെ ഫ്രിഡ്ജിൽ വെച്ചാലും പ്രശ്നമാണ്. അത് ഫ്രിഡ്ജിനകത്തെ താപനില വർദ്ധിപ്പിച്ചിട്ട് മറ്റു ഭക്ഷണങ്ങൾ ചിലപ്പോൾ കേടാക്കും. രണ്ടാമത്തത്, ഫ്രിഡ്ജിലൊക്കെ വെച്ച കറി മുഴുവനായിട്ട് എടുത്ത് ചൂടാക്കാതെ ആ ഒരു സമയത്ത് കഴിക്കാൻ ആവശ്യമുള്ള അത്ര മാത്രം ഒരു സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റി ചൂടാക്കുക. ബാക്കി ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കട്ടെ. മൂന്നാമത്തത്, കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ 3-4 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സീ ഫുഡ് പോലുള്ളതൊക്കെ ആണെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കഴിച്ചു തീർക്കണം. നാലാമത്തത്, പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ മൈക്രോവേവിൽ വെച്ചിട്ട് ഭക്ഷണം ചൂടാക്കുന്നത് ഒഴിവാക്കുക. ഇതിനകത്തുള്ള ചില കെമിക്കലുകൾ ഭക്ഷണത്തിൽ കലരുന്നത് ഹോർമോണുകളുടെ മാറ്റങ്ങൾക്ക് വരെ കാരണം. പകരം ഗ്ലാസ് അല്ലെങ്കിൽ സെറാമിക്കിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കുക. അഞ്ചാമത്തത്, ഭക്ഷണത്തിന് ചെറിയ മാറ്റമോ മണമോ രുചി പ്രശ്നമോ അനുഭവപ്പെടുകയാണെങ്കിൽ ഒട്ടും മടിക്കാതെ അത് ഒഴിവാക്കുക. ബാക്ടീരിയയിൽ നിന്നൊക്കെ വരുന്ന ടോക്സിനുകൾക്ക് പലപ്പോഴും മണം പോലും ഉണ്ടാവണമെന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.